ബന്ധാറ പെണ്ടുടൽ ബിണ്ടിടു ബണ്ടറിൽ ബിണ്ടലം പൊങ്കിടും ഭംഗിഷം പിങ്കിടും ബിന്ദരുൾ ഹിന്ദവൾ ഹാലേ ബന്തറിൽ ബന്തളം ബിന്ദവും വാതിൽ സത്യമാലേ സച്ചരിൽ മേലെ പതച്ചു പുളച്ചു ഹൃദാകെ പടച്ചു പൊരുട്ടുകൾ പൂകി ജുബർനോടി ജുബൻ കൂടി ജബൽ ചാടി ബഹഷോടി ബദറപ്പട സിറാജ് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വേദികളിലെല്ലാം മത്സരങ്ങൾ പൊടിപാറുകയാണ്. നമ്മളിപ്പോഴുള്ളത് 18-ാം നമ്പർ വേദിയിലാണ്. സെന്റ് ജോസഫ് കോൺവെന്റ് HSSലെ വേദിയിൽ ഇപ്പോൾ മാപ്പിളപ്പാട്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഈ വേളയിൽ നമുക്കൊപ്പം ചേരുകയാണ് പ്രശസ്ത മാപ്പിളപ്പാട്ട് എഴുത്തുകാരനും പരിശീലകനുമായ ഫസൽ കൊടുവള്ളി. ഒപ്പം മാപ്പിളപ്പാട്ടിലൂടെ തിളക്കമാർന്ന വിജയം നേടാൻ കാത്തിരിക്കുന്ന സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ വിന്നർ കൂടിയായ ശ്രീനന്ദുവും നമുക്കൊപ്പം ചേരുന്നു. ശ്രീനന്ദു, പാട്ട് പാടിക്കഴിഞ്ഞ് ഇറങ്ങിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം മത്സരം? ഞാൻ ഫുള്ള് കേട്ടിട്ടില്ല ഇതുവരെ. മോനെങ്ങനെ പാടിയോ? ഉഷാറാക്കിയോ? ഞാൻ നന്നായിട്ട് പാടി തോന്നുന്നു. ഫസൽ മാഷ് പറഞ്ഞു തകർത്തു. അതന്നെ വലിയ വിശ്വാസം ആണല്ലേ? മാഷിന്റെ അഭിനന്ദനം തന്നെയാണ് അല്ലേ? ഏത് പാട്ടാണ് പാടിയത്? ഞാൻ ബന്ധാറ പെണ്ടുടൽ എന്ന് പറയുന്ന ഒരു പാട്ട്. അതൊന്ന് പാടാവോ? ബന്ധാറ പെണ്ടുടൽ ബിണ്ടിടു ബണ്ടറിൽ ബിണ്ടലം പൊങ്കിടും ഭംഗിഷം പിങ്കിടും ബിന്ദരുൾ ഹിന്ദവൾ ഹാലേ ബന്തറിൽ ബന്തളം ബിന്ദവും വാതിൽ സത്യമാലേ സച്ചരിൽ മേലെ പതച്ചു പുളച്ചു ഹൃദാകെ പടച്ചു പൊരുട്ടുകൾ പൂകി ജുബർനോടി ജുബൻ കൂടി ജബൽ ചാടി ബഹഷോടി ബദറപ്പട ചീറ്റിയ ജദ്ദുടലമ്മിനമർത്തിയ ചിത്തിരം ചിത്തമിൽ ചതുർപുറം തകഞ്ചുനും താളം കൃതം ഗോളബിടും തകുണിതം പൊന്തും ദുരപക ചിന്തും ചാട്ടുളി ബദൻക്ക് തുളച്ച് ബലിച്ച് പറിച്ച് ബാണോർ ഹംസത്തോലി താനോർ ചിങ്കപ്പുലി പുകൾ കണ്ടം യശുദൊര കിണ്ടൻ പിടിയുടെ വീണപ്പുലി പരമ്പലം പിറപ്പദം പടിപാടാം കിസൗഹൃദ പാടാം കിസൗഹൃദ ബന്ധാർ പെണ്ടുടൽ ബിണ്ടിടു ബണ്ടൽ ബിണ്ടലം പൊങ്കിടും ഭംഗിഷം പിങ്കിടും ബിന്ദൽ ഹിന്ദവൾ ഹാലേ. ഇതിപ്പോ ഫസൽ മാഷ് പറഞ്ഞതിന്റെ അപ്പുറാ. അപ്പൊ പ്രൈസ് ഉറപ്പാണ്. അല്ല മോനെ, ഇവന് ഈ മാപ്പിളപ്പാട്ടിലേക്ക് ഇപ്പം വരുന്നതാണോ? അതിലേക്ക് അവന് ചാനലിൽ കുറേ മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ട്രഡീഷണൽ മത്സരപ്പാട്ട് പാടിയത് കഴിഞ്ഞ വർഷം മുതൽക്കാണ്. അപ്പോൾ പാടുന്ന പാട്ട്, അതായത് ഞാൻ കൊടുത്ത പാട്ടുകൾ വളരെ തന്മയത്വത്തോടു കൂടി എൻ്റെ ഭാവം ഉൾക്കൊണ്ട് താളം എന്താ പറയുക, എല്ലാം പാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് പാടി. വളരെ സന്തോഷം തോന്നി. മാത്രമല്ല ശരിക്കും നമ്മൾ മാപ്പിളപ്പാട്ടിൻ്റെ ഇപ്പം പാടി ഇന്നത്തെ പാട്ട് ഉഹദാണ്, ഉഹദ് ചരിത്രമാണ്. ഉഹദ് ചരിത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഹംസ റളിയല്ലാഹുവിൻ്റെ എന്താ പറയുക തിരോധാനം ആണ് അതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അപ്പം വഹ്ഷി അവിടെ ചതിച്ചാണ് ഹംസനെ വീഴ്ത്തുന്നത്. കാരണം ഒരിക്കലും ഹംസനെ ഒരാൾക്കും തൊടാൻ പറ്റാത്രയും വലിയ പോരാളിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചതിച്ച് ഹംസയെ വധിക്കുന്ന ആ ഒരു സീൻ, അതിൻ്റെ ആ ഒരു വല്ലാത്ത കാര്യങ്ങളെല്ലാം ഈ പാട്ടിൽ വരികളിലും ഈണം കൊടുത്തത് മുഹ്സിൻ ഗുരുക്കളാണ്, മഞ്ചേരി. അപ്പോൾ രണ്ടും ചേർന്ന് വന്നു. പിന്നെ ഞങ്ങളുടെ എഴുത്തിൽ നിന്ന് കഴിഞ്ഞ് ഈണം കഴിഞ്ഞാൽ പിന്നെ പാടുന്ന ശ്രീനന്ദൻ്റെ കയ്യിലാണല്ലോ കാര്യങ്ങൾ. പക്ഷേ അപ്പോൾ അത് എല്ലാം കൂടി ചേർന്ന പാട്ട് ഗംഭീരമായി. എനിക്ക് വളരെ നന്ദിയുണ്ട്. അപ്പം ശ്രീനന്ദനോടും പിന്നെ സിറാജ് ലൈവിനോടും എല്ലാവരോടും വളരെ സന്തോഷം. അതന്നെ. എങ്ങനെയുണ്ട് മാഷെ ഇപ്രാവശ്യം മത്സരങ്ങളൊക്കെ? തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ നല്ല പാട്ടുകളൊക്കെ തന്നെയാണ് കുട്ടികളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ പലരും ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവും. ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് അങ്ങനെ അധികം പറയണോ, നല്ല പാട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു. പിന്നെ ഓരോരുത്തർക്കും പിന്നെ അവരെ കയ്യിലാണ്, കുട്ടികളെ കയ്യിലാണ് മത്സരത്തിൻ്റെ. ഇതെങ്ങനെ അതിൻ്റെ ഒരു പരിശീലനമൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് നന്നായിട്ട് പാടാൻ കഴിവുള്ള കുട്ടികളെ നോക്കി അങ്ങനെ സെലക്ട് ചെയ്യുന്ന രീതിയാണോ? അതായത് പരിശീലനം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പരിശീലിപ്പിക്കാൻ അങ്ങനെ അധികം ശ്രമിക്കാറില്ല. പക്ഷേ ശ്രീനന്ദനൊക്കെ ഞാൻ എന്താ വെച്ചാൽ ആ പാട്ടിൻ്റെ ഒരു ഓളം നമ്മളെ കയ്യിലുള്ള, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഭാവം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ പതിഞ്ഞെടുക്കുന്നതാണല്ലോ. അങ്ങനെയുള്ള അതുകൊണ്ട് ശ്രീനന്ദനെ ഞാൻ കുറച്ചൊന്ന് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. പിന്നൊക്കെ അവൻ തന്നെ അങ്ങ് ആവും, അവൻ തന്നെ ചെയ്യും. കുട്ടികളുടെ ഒരു സ്വയം പ്രയത്നം തന്നെയാണല്ലേ ഇതിലൊക്കെ പ്രധാനം? തന്നെയാണ്. അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക,
കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് പഠിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വളരെ അഭിമാനമാണ്. ആ ശ്രീനന്ദ മോനെ ഈ ലളിതഗാന മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട് പിന്നെ മാപ്പിളപ്പാട്ടിലേക്ക് വന്നാണല്ലോ അല്ലെ? എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോകുന്നുണ്ടോ? ആ ലളിതഗാനം ഞാൻ ചെറുപ്പത്തിലെ ഒരു 4ാം ക്ലാസ് മുതലേ ഞാൻ 4ാം ക്ലാസ്സിൽ തലശ്ശേരിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കലോത്സവത്തിനൊക്കെ ഫസ്റ്റൊക്കെ ഇതാക്കിയിട്ട് അതൊക്കെ ആയിരുന്നു. മാപ്പിളപ്പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് 9ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട്. ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഇപ്പം 10th-ലാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷം മാപ്പിളപ്പാട്ടിൽ വന്നു. കഴിഞ്ഞ വർഷം ഗ്രേഡ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജില്ല വേണ്ടിയിരുന്നു. സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പൊ മോനെ ഇതില് കുറെ കൂടി കരുത്താർജിച്ചു നടത്തും. സത്യം. എങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന എങ്ങനെയാ? വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണോ? വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്തു. സമയം ഒരു പ്രധാനമാണ് അല്ലേ ഈ മത്സരത്തില്? പിന്നെ 5 മിനിറ്റ് ഒരു പാട്ടിന് പഠിക്കുന്ന ഭാഗമൊക്കെ എനിക്ക് ഇങ്ങനെ വാട്സപ്പ് കുറെ തരും. ശരി. അപ്പോൾ അത് വരികളോ അങ്ങനെ എന്തെങ്കിലും പദങ്ങളോ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ നോക്കി പറയും. അങ്ങനെയൊക്കെയാണ്. എന്നാലും മിടുക്കം തന്നെയാണ് അതിന്. നമ്മളിപ്പോ ഈ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പോയിന്റ് കിട്ടാൻ എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രധാനം? കാര്യമായിട്ട് ഈ മത്സരപ്പാട്ടിന് ലക്ഷണമൊത്ത പാട്ടുകളായിരിക്കണം. അത് രചനയിലുണ്ട്. കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമക്കമ്പി, ചിറ്റെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ആശയവും പ്രധാനമാണ്. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു വിഷയം അത് പാടുമ്പം അല്ലെങ്കിൽ ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും അത് പാടി അവതരിപ്പിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ ആ ഭാവം, യുദ്ധമാണെങ്കിൽ യുദ്ധത്തിൻ്റെ ഈ കാലം എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ മെലോഡിയസ് ആയ പെർഫോമൻസിന്റെ കാലാണ് ഇപ്പോൾ. പെർഫോമൻസ് പാട്ട് മാത്രമല്ല പെർഫോം കൂടി ചെയ്യണം. അല്ല ഈ കാലത്ത് അത്തരം പാട്ടുകൾക്ക് വരെ പെർഫോം ചെയ്യുന്ന കാലമാണ്. അപ്പോൾ പാട്ടിൻ്റെതായ ഭാവം കൂടി വരണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ല, ഇപ്പൊ ഈ ഗസ മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ടോ ഇവിടെ? നമ്മളിപ്പോ ഈ അറബി പദ്യത്തിന്റെ വേദിയിലൊക്കെ പോയപ്പോ കംപ്ലീറ്റ് ഗസയുടെ ഒരു വിങ്ങലായിരുന്നു. മാപ്പിളപ്പാട്ടിൽ കുറവാണ്. വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. തോന്നുന്നുണ്ട്. ഗസ വന്നിട്ടുണ്ട്. ഈ പടപ്പാട്ടുകളൊക്കെ തന്നെ ആയിരിക്കില്ലേ കുട്ടികൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത്? പടപ്പാട്ട് ഇനത്തിലാണ് ഇവിടെ കൂടുതൽ. പടപ്പാട്ട് എന്നുള്ള അങ്ങനെ മാത്രമൊന്നുമില്ല കേട്ടോ. മാപ്പിളപ്പാട്ടിലെ ഒരുവിധം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യുദ്ധകഥകൾ പടപ്പാട്ട് ആയി വിഷയം വന്ന പാട്ടുകൾ പടപ്പാട്ട്. അല്ലാതെ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്ത പാട്ടുകളുണ്ടല്ലോ, ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ, അങ്ങനത്തെ കുറേ, അതൊക്കെ അതിൽ പ്രണയകാവ്യമാണ്. പക്ഷേ അതിൽ ടോപ്പിക്ക് വേറെ അല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയവും ആ വിഷയത്തോട് ചേർന്ന ഭാവവും അതന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വല്ലാത്ത. പിന്നെ ഈണം, ഇശല് വേറൊരു ഘടകമാണ്. ഇശല് എന്ന് പറയുമ്പോൾ ഈണമല്ലല്ലോ, അല്ല. അപ്പോൾ ഇശലും ഈണവും ഒക്കെ. ഭാഷ കുറേ കുട്ടികൾ ഉണ്ടാവുമല്ലേ ഈ പ്രാവശ്യം? ഏകദേശം 11 കുട്ടികളോളം ഉണ്ട്. ഉണ്ട്. അപ്പോൾ അവരൊക്കെ സ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ ആയിട്ടുണ്ട്. ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ആൾക്കാരുണ്ട്. പുതിയ പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? പുതിയ പാട്ട് ഈ വർഷം വന്ന പാട്ടാണ്. പുതിയ എഴുതിയ പാട്ടാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ പുതിയ കാലത്ത് പാട്ട് എഴുതുമ്പോൾ പഴയ രീതിയിൽ തന്നെയാണോ എഴുതുന്നത്, അല്ലെങ്കിൽ അതിനിപ്പോൾ ഒരു കാലാനുസൃതമായ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്? കാലാനുസൃതമായ മാറ്റം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചില ആൾക്കാർ കമ്പോസ് ചെയ്യുമ്പോഴും ചില ആൾക്കാർ എഴുതുമ്പോൾ ഒക്കെ പ്രശ്നം ഉണ്ടാകും. പക്ഷേ എന്നാലും ഈ പറഞ്ഞ ലക്ഷണമൊത്ത അല്ലെങ്കിൽ ഈ നിയമങ്ങൾ പാലിച്ച് തന്നെ മാപ്പിളപ്പാട്ട് ചെയ്യണം. അത് ട്രഡീഷണൽ അല്ലെങ്കിൽ തനിമുള്ള പാട്ട്, മത്സരപ്പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് അങ്ങനെയാണ്. അതങ്ങനെ തന്നെ കിടന്നോട്ടെ, അതിനൊരു വിവാദം വേണ്ടല്ലോ. ഈ ലളിതഗാന മത്സരത്തിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നോ? ഇപ്രാവശ്യം ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ഈ മാപ്പിളപ്പാട്ടിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തു. ഏതെങ്കിലും ഒന്നേലല്ലേ ഒരു പ്രാവശ്യം. എന്നാ ഒരു ചെറിയ ലളിതഗാനം കൂടി ഒന്ന് പാടാവോ? പഴമയേറും നാലുകെട്ടിൽ പതിഞ്ഞു കേൾക്കുമീതുസ്വനം. പഴമയേറും നാലുകെട്ടിൽ പതിഞ്ഞു കേൾക്കുമീതുസ്വനം. പടിയിറങ്ങും എൻ്റെ നെഞ്ചിൽ എരിഞ്ഞിറങ്ങുന്നു
വിലങ്ങു തീർക്കുന്നു, വിലങ്ങു തീർക്കുന്നു, പഴമയേറും നാലുകെട്ടിൽ പതിഞ്ഞു കേൾക്കുമീ ദുസ്വനം. ഓക്കെ, ഈ ലളിതഗാനാണോ ലളിത, മാപ്പിളപ്പാട്ടാണോ ലളിതം? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് ഇത്തിരി കൂടി ലളിതഗാനാണ്, വരികൾക്കൊക്കെ ലളിതഗാനാണ്. രണ്ടും എനിക്ക് ഒരേപോലെയാണ്. ആണല്ലേ? ഈ റിയാലിറ്റി ഷോയിലൊക്കെ കുറെ പങ്കെടുത്തിട്ടുണ്ട്. ആ ഉണ്ട്. ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ സീസൺ 2 ഫസ്റ്റ്. അത് ശരി, അതെ അതെ അതെ, ശ്രീനന്ദു. അപ്പൊ ഒക്കെ മിടുക്കനായിട്ട് ഇനിയും വേദികളിൽ വരിക. നമുക്ക് അടുത്ത വർഷം വീണ്ടും കാണണം. അടുത്ത വർഷം ഹയർ സെക്കൻഡറിയിലായിരിക്കും കാണാം അല്ലേ? ഓക്കെ, അപ്പം മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ. ഒപ്പം ഫസൽ മാഷിനും ഇനിയും ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിക്കാനൊക്കെ സാധിക്കട്ടെ. നല്ല നല്ല രചനകളുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ശിഹാബ് വിത്ത് ക്യാമറ പേഴ്സൺ മുഹ്സിൻ മുഹമ്മദ്. waytonikah.com, the exclusive Muslim matrimonial site.